ഹലോ, ഏവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ അറിവിൻ്റെ ലോകം ചാനലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പുതിയതായിട്ട് നമ്മുടെ പോഷൻ ട്രാക്കർ, അംഗനവാടി ജീവനക്കാർ ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു അപ്ഡേഷനായിരുന്നു നമ്മുടെ ഫാമിലി സർവേ അല്ലെങ്കിൽ ഫാമിലി രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലി രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേഷനാണ്, അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാത്ത കുറച്ച് ഫീച്ചറുകൾ നമുക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കകത്തുള്ള പല ആളുകളെയും ആഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വരും റിലീസസിൽ അല്ലെങ്കിൽ വരും അപ്ഡേഷനുകളിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം അതനുസരിച്ചിട്ട് പുതിയ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ പ്രവർത്തനം പൂർത്തീകരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പോഷൻ ട്രാക്കറിലെ ഫാമിലി രജിസ്റ്ററിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്, അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാവില്ല. നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് സബ്മിഷൻ ആവില്ല. സബ്മിറ്റ് ആവുമായിരിക്കാം, എന്നിരുന്നാൽ കൂടിയും കൃത്യമായിട്ടുള്ള റെക്കോർഡിങ്ങിൽ അത് സേവ് ചെയ്ത് വരില്ല. അപ്പോൾ ഇൻ ഫ്യൂച്ചർ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമെന്ന് ടിക്ക് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാമിലി സർവേക്ക് പരിഹാരം വരുന്നു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പോഷൻ ട്രാക്കിൽ വരുന്ന ഒരു മെയിൻ ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ മെയിൻ ഒരു ഭാഗമാണ് ഫാമിലി സർവേ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഗുണഭോക്താക്കളാണ് നമ്മുടെ അംഗനവാടിയുടെ മെയിൻ, അറിയാമല്ലോ, അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി സർവേക്ക് പരിഹാരം, അതായത് ഒരുപാട് പേര് പറഞ്ഞിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു ആ ഫാമിലിയിലെ എല്ലാവരെയും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഒരു പുതിയ ഫീച്ചർ വരും അപ്ഡേറ്റുകൾ വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളെ മുൻകൂട്ടി നമ്മളത് അറിയിക്കണത്. അല്ലെങ്കിൽ നിങ്ങൾ അതറിയില്ല, നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മുടെ ഇനി വരുന്ന അപ്ഡേറ്റിൽ, പോഷൻ ട്രാക്കറിൽ തുടർന്ന് വരുന്ന അപ്ഡേറ്റുകളിൽ ഈ ഒരു ഇഷ്യൂവിന് ഒരു വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. എന്നിരുന്നാൽ കൂടിയും എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പോഷൻ ട്രാക്കറിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ വന്നിട്ടുള്ള മാറ്റം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കറിയാലോ, നമുക്ക് രണ്ട് സ്ഥലത്ത് കാണാം ഫാമിലി ലിസ്റ്റ്. ഒന്നില്ലെങ്കിൽ മോറിൽ അല്ലെങ്കിൽ നേരെ മുന്നിലും കാണാം. അതിൽ ഫാമിലി രജിസ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ നിങ്ങൾ പല ഫാമിലീസിനെയും ഓൾറെഡി ഈ ഫാമിലി രജിസ്റ്ററിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇനിയും ഒരുപാട് ടീച്ചർമാർ ഫാമിലി രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാത്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട് റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഫാമിലി രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് തുടങ്ങാത്ത എല്ലാവരും ചെയ്ത് തുടങ്ങണം. കാരണം നമുക്കല്ലെങ്കിൽ ആധാർ കാർഡ്, ഫേസ് ക്യാപ്ചറിങ് ഒക്കെ പോലെ തന്നെ ഫാമിലി രജിസ്റ്ററിനും ഒരു കട്ട് ഓഫ് ഡേറ്റ് തരുമ്പോൾ അപ്പം നിങ്ങൾക്ക് ബൾക്കായിട്ട് ഒരുമിച്ച് എല്ലാം കൂടി എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി ഉണ്ടാവും, അതിനകത്ത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു 1-2 ദിവസം കൊണ്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡാറ്റ വരും, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തൊട്ടേ എൻ്റർ ചെയ്യുക. ഇനി എൻ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നോർമലി നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടില്ലേ ഫാമിലി എടുക്കുമ്പോൾ ആ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. കണ്ട, വർഷ പ്രഭാകരനാണ് ഇതിൽ അവരുടെ ഫാമിലി ഹെഡ്. നമ്മുടെ റേഷൻ കാർഡൊക്കെ പോലെ അവിടുത്തെ ഫീമെയിലിനെയാണ് എന്താക്കിയിരിക്കുന്നത്, ഫാമിലി എല്ലാത്തിനും ഫാമിലി ഹെഡ് ആക്കണത്. ഇപ്പോൾ ആൾ അലൈവല്ല, ജീവിച്ചിരിക്കണില്ലെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരെ നമ്മൾ ഫാമിലി ഹെഡ് ആക്കാം. അതിൽ ബേബി വന്നു, ഹസ്ബൻഡൊക്കെ വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ഇപ്പോൾ ടീച്ചർമാർ നേരിടുന്ന ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഫാമിലി മെമ്പറിനെ ചേർക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും.
അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഇതൊരു വെറുതെ അടിച്ച നമ്പറാണ് കേട്ടോ, അല്ലാണ്ട് ഇത് ഒറിജിനൽ ആധാർ നമ്പറൊന്നുമല്ല. ജസ്റ്റ് വെറുതെ ഒരു നമ്പർ ഞാൻ അടിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആദിത്യ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ഡെമോ കാണിച്ചു തരാനാണ്. ഫീമെയിൽ. ഇപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെറുതെ നമ്മൾ ഡേറ്റ് കൊടുക്കണം വിചാരിക്കുക. ഈ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി ഹെഡ് നിങ്ങൾ നോക്കിയാൽ കണ്ട, ഫാമിലി ഹെഡായിട്ട് ഓൾറെഡി ഫാമിലി ഹെഡ് അവിടെ ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിയാൽ ആ ഫാമിലിയിലെ നമ്മളെ ചേർത്തിരിക്കുന്ന ആരെയാണ് ഫാമിലി ഹെഡായിട്ട് കൊടുത്തിരിക്കുന്നത്? അവിടുത്തെ അമ്മേനെയാണ്. മനസ്സിലായ? അപ്പോൾ അവരുടെ മോള് കണ്ട, സണ്ണ് ഡോട്ടർ, മകനോ മകളോ ഹസ്ബൻഡോ, ഈ ഒരു 3 പേരെ ചേർക്കാനുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. ശ്രദ്ധിച്ചാൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അവിടെ എന്തുണ്ടാവായിരിക്കാം? അച്ഛൻ്റെയോ അമ്മയുടെയോ പെങ്ങളോ ആങ്ങളോ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ, അതായത് അപ്പാപ്പനോ അമ്മാമ്മയോ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഫാമിലിക്ക് അകത്തിപ്പോൾ ഒരു വലിയൊരു ഫാമിലി ആണെങ്കിൽ, മനസ്സിലായ, ഒരുപാട് ആൾക്കാർ ആ ഫാമിലിയിൽ ഉണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ട് അവരൊന്നും ഇതിലില്ല? മുത്തശ്ശനില്ല, മുത്തശ്ശിയില്ല, നെഫ്യൂ ഇല്ല, ആങ്ങളില്ല, പെങ്ങളില്ല. കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടെ ഇല്ല, നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഫാമിലി ഫുൾഫിൽ ആവണില്ലല്ലോ. ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പർമാരും ഈ ഒരു ഫാമിലി സർവേയിൽ വരുന്നില്ല. അപ്പോൾ ഇത് റിക്വസ്റ്റ് പോയിൻ്റ് ബേസിസിൽ തുടർന്ന് വരുന്ന അപ്ഡേഷനിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന അപ്ഡേഷനിൽ ഈ പറഞ്ഞ കൂടുതൽ ബാക്കിയുള്ള ആളുകളെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻസ് വരും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അത് പ്രകാരമാണ് നമ്മൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഈ ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാർ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ കാണണമെന്നില്ല. മേ ബി എനിക്ക് വളരെ കുറച്ച് ടീച്ചർമാർക്ക് മാത്രമേ ആ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. 3 സണ്ണ് ഡോട്ടർ ഹസ്ബൻഡ്. ഇനി വരാൻ പോകണം മാറ്റം എങ്ങനെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് നോക്കാം, കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇനി വരാൻ പോകണ മാറ്റം അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെയാവും. ഇതിൽ നിങ്ങൾ നോക്കിയാൽ സണ്ണ് ഡോട്ടർ ഹസ്ബൻഡ് ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ബ്രദറെ കൊടുക്കാം, സിസ്റ്ററിന് കൊടുക്കാം, കസിന് കൊടുക്കാം, ഗ്രാൻഡ് ഡോട്ടർ കൊടുക്കാം, ഗ്രാൻഡ് സണ്ണിന് കൊടുക്കാം, നീസ്, നെഫ്യൂ. അപ്പോൾ ഇത്രയും ആളുകളെ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫുൾഫില്ലായി. കാരണം ബ്രദർ, സിസ്റ്റർ, കസിന്, ഗ്രാൻഡ് ഡോട്ടർ, ഗ്രാൻഡ് സണ്ണ്, നീസ്, നെഫ്യൂ ഒക്കെ വരും. മനസ്സിലായി? അപ്പോൾ ആ ഇഷ്യൂ അവിടെ സോൾവ് ആവും. അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ഇനി നമ്മുടെ ഫാമിലി രജിസ്റ്ററിലെ ആ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ആവാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഇതുപോലെ ഹെഡ് ഓഫ് ദ ഫാമിലി റിലേഷൻ കാണിക്കുക. പിന്നെ കറണ്ട് സ്റ്റാറ്റസ്, മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് കാണിക്കണം. പിന്നെ വെദർ വില്ലിങ് ടു അവൈൽ ഫോളോയിങ് ICD സർവീസസ് സപ്ലിമെൻ്ററി ഫുഡ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ PM ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ICD സർവീസ് കിട്ടുന്നുണ്ട്, ശരിയല്ലേ? LM ആണെങ്കിൽ കിട്ടുന്നുണ്ട്. 0 to 6 month കിട്ടുന്നുണ്ട്, 6 month to 3 year കിട്ടുന്നുണ്ട്, 3 to 6 കിട്ടുന്നുണ്ട്. അതായത് PM, LM 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരുടെ കേസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ് എന്ന് കൊടുക്കാം. കാരണം അവർക്ക് ICD സേവനം, സപ്ലിമെൻ്ററി ഫുഡ് പല രീതിയിൽ കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ എടുക്കുമ്പോൾ, നമ്മുടെ അംഗനവാടിയായിട്ടൊരു ബന്ധം വരാത്ത ഫാമിലി മെമ്പേഴ്സിനെ എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ നോ കൊടുത്തോളൂ. കാരണം അവർക്ക് വേറെ രീതിയിലൊന്നും കിട്ടണില്ലല്ലോ. ഇതൊരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയമായിരുന്നു. മനസ്സിലായ? അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെന്തായിരിക്കും? അപ്ഡേറ്റ് ചെയ്ത് പോവും. ഓക്കെ. പിന്നെ ഇതിൽ ആധാർ നമ്പർ ജസ്റ്റ് ഒരു നമ്പർ വെറുതെ ഞാൻ അടിച്ചതാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് എ റിയൽ നമ്പർ, ഇറ്റ്സ് ജസ്റ്റ് എ ഡെമോ നമ്പർ ഓൺ ആധാർ. ഓക്കെ. ആൻഡ് ദ നെയിം ആൻഡ് ആധാർ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഓൾ ദ ഡീറ്റെയിൽസ് വിൽ സബ്മിറ്റ് ഓൺ എ ഡെമോ, നോട്ട് എ റിയൽ. ഓക്കെ. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഫാമിലി രജിസ്റ്റർ പൂർത്തിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്, ഒരുപാട് പേര് ഇനിയും നമ്മുടെ ഫാമിലി രജിസ്റ്റർ പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ ഫാമിലി രജിസ്റ്റർ എൻറ്ററിങ് പോലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാർ രജിസ്ട്രേഷൻ പോലെ, ആധാർ വെരിഫൈഡ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ FRS ഒക്കെ പോലെ ഇനി അടുത്തത് FRS കഴിഞ്ഞ ഫാമിലി രജിസ്റ്ററിലേക്ക് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഫാമിലിയിലെ അംഗങ്ങളെ രേഖപ്പെടുത്താത്തവർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്തേണ്ടി വരും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളാവും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവനുസരിച്ച്, കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഗ്യാപ്പുകൾ, ഇതിന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. കാരണം ഫാമിലിയിൽ വിവരങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അംഗനവാടികളിലുണ്ട്. ആ വിവരങ്ങൾ നമ്മുടെ ഇതിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യണം, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇതിന് വേറെ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ വലിയ വലിയ റേഞ്ചോ കാര്യങ്ങളൊന്നും വേണ്ട.
നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് വിത്ത് ഓഫ്ലൈൻ ആയാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നെറ്റ് ഓൺ ആക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡാഷ്ബോർഡിൽ ഹിറ്റ് ആയോളും കേട്ടോ. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷേ നിങ്ങൾ ചെയ്യാതെ ഒരുപാട് ബൾക്കായിട്ട് ഡാറ്റ വരുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള നിങ്ങളുടെ എല്ലാ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, കാരണം നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുടെയും അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മളിനി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കുറച്ച് വീഡിയോസ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു.